കാമം തീർക്കാൻ ബസ്സിനകത്ത് കയറിയ പുന്നാരമോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇത്രയും ദിവസം അവൾ ഒളിവിലായിരുന്നു. ഇവൾ 5-6 ദിവസം ഒളിവിൽ ഇവളെ സംരക്ഷിച്ച് വെച്ചിരുന്ന കുറേ എണ്ണം ഇപ്പോൾ എങ്ങനെയെങ്കിലും പോലീസിന് പിടിച്ചല്ലേ പറ്റുള്ളൂ. അവരെ ഡ്യൂട്ടി അവർക്ക് ചെയ്തേ പറ്റൂ. മുകളിൽ നിന്നുള്ള ഓർഡർ എങ്ങനെയാണോ അത് അവർക്ക് ചെയ്യണം. ചിലപ്പോൾ പറയുന്നത് മുകളിൽ നിന്ന് ചിലപ്പോൾ ഓർഡർ വരും, ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഓർഡർ വരും. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് കളിപ്പാവകളെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസ് ഏമാമാരെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ മറുതെ ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം പിടിക്കണതായിട്ടാണ് ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ളത്. കൊണ്ടുപോണ സുരക്ഷയും ഇതൊക്കെ കണ്ടപ്പോൾ ഇവളെ ഒളിവിൽ പാർപ്പിച്ച് സംരക്ഷിച്ച് വെച്ചിരുന്ന കുറേ എണ്ണം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരൊന്ന് ഓർക്കുക, ആ മനുഷ്യൻ്റെ വീട്ടിലെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിക്കണം. ആ മാതാപിതാക്കളുടെ അവസ്ഥ ചിന്തിച്ച് ഓരോ കാര്യങ്ങളും മുന്നോട്ടെടുക്കുക. അപ്പം നിങ്ങളെ വീട്ടിലുമൊക്കെ ഉണ്ടല്ലോ, പ്രായമായ അച്ഛൻ കാണും, അമ്മ കാണും, അവരെ വേദന നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളെയൊക്കെ വീട്ടിലാണ് ഇവളെ ഈ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളെയൊക്കെ വീട്ടിലാണ് ഇത് ഇങ്ങനെ നടന്നിരുന്നു എങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ആ മാതാപിതാക്കൾക്ക് മകനെ നഷ്ടമായി, ഇവൾ കൊലയ്ക്ക് കൊടുത്തു, ഇവൾ കൊന്നു എന്ന് വേണം പറയാൻ. അപ്പം നമുക്ക് ആ മറുതെ ആ സ്ത്രീയെ, ആ പുന്നാരമോള പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ രംഗം നമുക്ക് കാണാം. ഇതിന് അറസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, രഹസ്യമായിട്ട് പോയി. അത് അവരെ ഡ്യൂട്ടി ആയിരിക്കും. ഇവളെ ബന്ധുവീട്ടിൽ, വടകരയിലോ ബന്ധുവീട്ടിലോ അങ്ങനെ ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. രാവിലെ മുതൽ പോലീസന്മാർ അവളെ നിരീക്ഷണത്തിൽ വെച്ചിരുന്നു. ഉച്ചയോടുകൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണതൊക്കെ ഒരു രംഗമുണ്ട് അത് കാണാനുള്ളത്. പോലീസ് വേഷത്തിലല്ല പോയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മറുതാച്ചി കാമക്കടി മൂത്തവളെ എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ കാണാം. ഒരു മനുഷ്യനെ ഇവൾ കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്താൽ, ഇവൾ കൊന്നു ആ മനുഷ്യനെ. അപ്പം നമുക്കൊന്ന് കാണാം. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമം ആരാണ് നേരിട്ടത്? ആ മരിച്ചുപോയ മനുഷ്യൻ ദീപക്കാണ്. ആ മനുഷ്യനാണ് ലൈംഗിക അതിക്രമം ഇവളിൽ നിന്ന് നേരിട്ടത്. ആ മനുഷ്യനാണ് നേരിട്ടത്. എന്നിട്ട് അവൾ നേരെ തിരിച്ചു പറഞ്ഞു, അവൾ ചെയ്ത തെറ്റിന് നേരെ തിരിച്ചു പറഞ്ഞു. മറുതാച്ചി പോണത് കാണണ്ടേ നിങ്ങൾക്ക്? സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് കയ്യും വീശി എവള് എന്തരാ ഇല്ല തിന്നാ എടുക്കാൻ പോവില്ലേ, മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകും കണക്കാണ് അവൾ പോണത്. ഇവളെന്തിന് ഇവള് പർദ്ദയ്ക്കകത്ത് കയറി? ഈ വസ്ത്രത്തിന് നാണം കെടുത്താൽ ഇവളെന്തിന് ഇതിനകത്ത് കയറിയടി? നീ അല്ലാതെയാണല്ലോ ആ ബസ്സിനകത്ത് കിടന്ന് കാണിച്ചത്. നീ ഇങ്ങനെ വെച്ച് പിടിക്കണ സമയത്ത് ആ മനുഷ്യനെ മാത്രം ലക്ഷ്യമിട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ കൊണ്ടുവച്ച് നിൻ്റെ അവയവം ഉരച്ചു, നിൻ്റെ ശരീരഭാഗം നീ ഉരച്ച്. എന്നിട്ട് നീ നേരെ തിരിച്ചു പറഞ്ഞു. എന്നിട്ട് അന്ന് നീ പർദ്ദയൊന്നും അല്ലായിരുന്നല്ല, ഇപ്പം നിന്നെ എന്തോ കൊണ്ടുപോയപ്പോൾ നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു പർദ്ദ ഇടാൻ? നിൻ്റെ അടുത്ത് പർദ്ദ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. നീ പർദ്ദ ഇട്ട് കൊണ്ടുപോ, അങ്ങനെ വേണം പോവാൻ, ഇല്ലാതെ പോയാൽ ശരിയാവൂല. പർദ്ദയും മാസ്ക് ഇടും. നീ ഇത്രയും നാളിട്ടില്ലല്ലോ, നീ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പം നിന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിനക്കെന്ത് നാണക്കേടുണ്ടാ? എവളെ അറസ്റ്റ് ചെയ്തെന്ന് പറയണ്, ഏതോ ബന്ധു വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് ആ സമയത്ത് മീഡിയക്കാരെ ഈ പോലീസ് ആരും അറിയിച്ചില്ല. അതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡറാണ്. അവരാരെയും അങ്ങനെയൊന്നും അറിയിച്ചാൽ അവിടെ മീഡിയക്കാരൊക്കെ വരും. അപ്പം ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യുക, അവളെ അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പോലീസന്മാരെ പിറക്കിയെന്ന് അവർ യൂണിഫോമിലല്ല, അല്ലാതെയുള്ള വേഷത്തിലാണ് വന്ന് എവളെ കൊണ്ടുപോണത്. എന്തോ പല്ലക്കിൽ കൊണ്ടുപോകും കണക്ക്, ഒരു രാജകുമാരിയെ പല്ലക്കിലിരുത്തി കൊണ്ടുപോകും കണക്കൊക്കെയാണ് പോണ. ഈ സ്ത്രീ പർദ്ദയിട്ട് മാസ്കും വെച്ച് കയ്യും വീശിയില്ല. റൗഡിയാ ഇവള്. വേറെ എത്രയോ പേര് ആ ബസ്സിനകത്ത് ഞെരുങ്ങി നിന്ന്. നീ വേറെ ആരടുത്തും പോയില്ല. അപ്പം നിന്നെ കൊണ്ട് ഇത് ആരെങ്കിലും ചെയ്യിച്ചതാണ്? ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ.
വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഇത് എവിടെ നിന്നാണ് ആയിരിക്കുന്ന വിവരങ്ങൾ? സമീർ, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്ക് വനിതാ പോലീസൊക്കെ അവരെ വേഷത്തിലല്ല, അല്ലാതെ ഉള്ള സാധാ വേഷത്തിലാണ് ചെന്ന് ഇവളെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പം എൻ്റെ പോലീസ് ഏമാമാരെ ഒന്ന് മനസ്സിലാക്കണ്ടേ, ഈ മീഡിയക്കാരെയൊക്കെ വിളിച്ച് വരുത്തണ്ടേ? നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അങ്ങനെ അല്ലായിരുന്നല്ല, മീഡിയക്കാരെ മൊത്തവും വിളിച്ച് ആഘോഷമാക്കി മാറ്റിയല്ലേ ആ മനുഷ്യനെ ഹോട്ടൽ റൂമിൽ നിന്ന് കൊണ്ടുപോയത്. അതുപോലെ വേറെ ആരൊക്കെയോ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള എവളെ എന്തിന് സ്ത്രീ എന്നുള്ള പരിഗണന, അങ്ങനെയൊന്നും പരിഗണനയൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും അവർക്കെല്ലാവർക്കും തുല്യ അവകാശമായിട്ട് കണക്കാക്കിയാൽ മതി. എന്തിന് സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്ത് ഈ സ്ത്രീയെ എന്തിനിങ്ങനെ കൊണ്ടുപോകണം? അവൾ കയ്യും വീശി, അവൾ ഇങ്ങനെ റൗഡികളെ കണക്ക് അവൾ പോണാണ്ടില്ലേ വെറുതെ ഇട്ട് മാസ്കും വെച്ച്? നാണമില്ലാത്തവള്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ. മൊബൈൽ ഫോൺ കണ്ടെത്താൻ തോന്നുന്നു ഇവള് സ്വിച്ച് ഓഫ് ആക്കി അവളെ ചാനലെല്ലാം പൂട്ടിക്കെട്ടി അവള് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് മൊബൈൽ ഫോൺ കണ്ടെത്താൻ അവളടുത്ത് ചോദിച്ചാൽ മതിയല്ലോ. കള്ളി, അവൾക്ക് ഇത്രയും കള്ളത്തരം പറയാൻ അറിയാമെങ്കിൽ പിന്നെ അവളടുത്ത് ചോദിച്ചുകൂടെ? അവൾ ഇതും കള്ളത്തരേ പറയുള്ളൂ. പ്രചരിപ്പിച്ചത് ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവമാധ്യമങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല അതിൽ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് കണ്ടെടുക്കുക എന്നുള്ളത് ഏറ്റവും സമഗ്രമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്താൻ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഉണ്ടാകും. അങ്ങനെ ഈ മൂദേവിയെ വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞ് റിമാൻഡിലായിരിക്കുകയാണ്. VIP കൊണ്ടുപോകും കണക്ക് ഇതെന്തോന്ന് എവളെന്തൊരു രാജകുമാരിയാ എവളാ. പിന്നെ ഇല്ല പല്ലക്കിലിരുത്തി കൊണ്ടുപോകും, ഹൊയ് 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 വിളിച്ച് കൊണ്ടുപോകും കണക്ക്. നാണമില്ലല്ലോ ഇവള്. എനിക്ക് അവൾ പറുതയിട്ട് കൊടുക്കരുതായിരുന്നു. ഈ പോലീസുമാർ സമ്മതിക്കില്ലായിരുന്നു. അല്ലാതെ അവൾ കാണിക്കണ വേഷത്തിൽ മാസ്ക് പോലും വെക്കാതെ എവൾ പോകണമായിരുന്നു. എവൾ മൂടിക്കെട്ടി ഇപ്പം എന്തിനാ അവൾ ഒളിച്ച് പൊതിഞ്ഞ് കെട്ടി വെച്ചുകൊണ്ട് അവൾ പോകണം? അങ്ങനെ അല്ലായിരുന്നല്ല അതിനകത്ത് കാണിച്ചത്. ആ പാവപ്പെട്ട മനുഷ്യൻ നിന്ന് അയാളെ ലക്ഷ്യമാക്കിയിട്ട് അയാളെ ശരീരത്തിൽ കൊണ്ടിട്ട് ഒരക്കുകയല്ലേ അവൾ ചെയ്തത്. എന്നിട്ട് ഇപ്പം പറയണ് അയാളാണ് ഇങ്ങോട്ട് കാണിച്ചത് എന്ന്. ലൈംഗികാതിക്രമം എവളല്ലേ അങ്ങോട്ട് കാണിച്ചത്? മൊബൈല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പറയണത്. അതെന്താണെന്ന് കണ്ടെത്തണം. ഇവള് ഒറ്റ ഇതിൽ ഉറച്ച് നിൽക്കുകയാണ്. ഇവൾ ജയിലിൽ കിടന്നിട്ട് റിമാൻഡിലായി അവിടെ ചോദ്യം ചെയ്തിട്ട് പോലും ഇവൾ ഉറച്ച് നിൽക്കണത് അയാൾ അങ്ങനെ ചെയ്തു, ഇവൾ അതിക്രമം നേരിട്ടു എന്നാണ് പറയുന്നത്. ഇവൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇവൾ ഇത്ര ഭാഗം സ്ലോ മോഷനിൽ സ്ലോയിൽ അവൾ കാണിച്ചുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എടി നാറി. വേറൊരു വാർത്ത കുറച്ചൊന്ന് കേൾക്കാം. രഹസ്യ സ്വഭാവത്തോടെയുമാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഷിംജിതക്കെതിരായി ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കുറ്റം ജാമ്യമില്ലാ വകുപ്പ് ആണെന്നിരിക്കെ ഷിംജിത വിദേശത്തേക്ക് കടന്നുവെന്നായിരുന്നു ആദ്യ പ്രചാരണം. കഴിഞ്ഞ ദിവസം അതൊക്കെ വെറുതെ ന്യൂസുകൾ ആളുകൾ പടച്ചു വിട്ടതാണ്. അവൾ വിദേശത്തേക്ക് പോയെന്ന്. രാവിലെ പോലീസ് ഷിംജിതക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും ചെയ്തു. പ്രതിയുടെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ഇതിനിടയ്ക്കാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ഷിംജിത പിടിയിലായി എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞത്. വൈകിട്ട് 3 മണിയോടെ ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസിന് ന്യൂസ് കിട്ടിയെങ്കിലും പോലീസ് സ്റ്റേഷനിലല്ല പോലീസ് ചെന്നത്. അല്ലാതെ ന്യൂസ് കിട്ടിയെങ്കിലും കുറച്ച് താമസിച്ച് അതിൻ്റേതായ ഒരു രീതിക്ക് ആണ് ചെന്നത്. അല്ലാതെയുള്ള വാഹനത്തിൽ പോലീസ് ജീപ്പിലല്ല ചെന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അതാണ് ജനങ്ങൾ പറയുന്നത്. VIP കൊണ്ടുപോകും കണക്ക് പോയി എന്ന് പറയുന്നു. ഇതിനൊക്കെ പിന്നിൽ കളിക്കാൻ ആള് കാണും. അതാണല്ലോ. കസ്റ്റഡിയിലെടുത്തു. മഫ്തിയിലാണ് പോലീസ് വീട്ടിലെത്തിയത്. ഷിംജിതയെ കാറിൽ കയറ്റി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി. ഇതിനിടയ്ക്ക് കാറ് മാറ്റി പോലീസ് ജീപ്പ് കൊണ്ടുവന്നു. പിന്നെ ജീപ്പിലാണ് കയറ്റി കോടതിയിൽ ഈ മൂദേവിയെ കോടതിയിൽ കൊണ്ടുപോയതും. പിന്നെ അതിനുശേഷം പോലീസ് ജീപ്പ് തന്നെയാണ് കൊണ്ടുപോയി റിമാൻഡിലാക്കി മഞ്ചേരി ജയിലിൽ
എവളെ കൊണ്ടുപോയി. അത് അവൾ ജയിലിലൊക്കെ കയറി പോണത് കാണണം. എവള് മട്ടൻ ബിരിയാണി കഴിക്കാൻ പോകും കണക്ക്. എന്ത് എവൾക്ക് തിന്നൂടെ? തിന്ന് ക്നാച്ചിറങ്ങി വരാം. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ തിന്ന് ക്നാച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി, മട്ടൻ ബിരിയാണി, രാവിലെ പൊറോട്ട, ചിക്കൻ, പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ, രാത്രിയിൽ അതുപോലെ, അതിൻ്റെ ഇടയിൽ ചായ, എന്തെല്ലാം കിട്ടും. പിന്നെ പോരെങ്കിൽ അവൾ ഇത്തിരി മാന്തി അവിടെയൊക്കെ ഇത്തിരി കിളച്ചെന്തെങ്കിലുമൊക്കെ നട്ട് കൊടുത്താൽ തന്നെ ഇപ്പം നല്ല പൈസയുണ്ട്. ഒരേ ദിവസം കിട്ടും. 14 ദിവസം കിടന്നാലും അവർക്ക് നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കാം. പോലീസ് യൂണിഫോം അണിഞ്ഞു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യ വിവരം. 4 മണിയോടെ സ്റ്റേഷന് മുൻപിൽ വൻ ജനക്കൂട്ടം. മാധ്യമങ്ങളും എത്തി. ഇതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയെന്ന മാധ്യമങ്ങളെന്ന് അതിനു മുമ്പ് എവളെ ബന്ധുവീട്ടിൽ പോയി പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോഴൊന്നും മാധ്യമങ്ങളെയൊന്നും അറിയിച്ചില്ല. അങ്ങനെയല്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കൊണ്ടുപോയപ്പോഴേ അവിടെയൊക്കെ പിന്നെ മാധ്യമങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ഭയങ്കര ആഘോഷമാക്കി മാറ്റി. പ്രതിഷേധങ്ങളും തുടങ്ങി, മുട്ടയേറ് തുടങ്ങി. എവളെ മണ്ടയിലോട്ട് മുട്ട അത്രയും കൂടെ കൊണ്ടുവന്ന് എവളെ തലയിലോട്ട് ചരിച്ചു കൊടുക്കാത്തെന്ത്? അതുപോലെ ഈ മാങ്കൂട്ടത്തിനെയൊക്കെ കൊണ്ടുപോയ സമയത്ത് എന്തുകൊണ്ട് മാസ്ക് വെച്ചില്ല? ഈ സ്ത്രീ എന്തിന് മാസ്ക് വെച്ചത്? എവളെ മാസ്കും വെച്ച് എവളെ കുപ്പായത്തിനകത്തിറക്കി കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. അത് പർദ്ദ ഇട്ട ഒരു സ്ത്രീകൾ വന്ന് പ്രതികരിക്കുന്നുണ്ട്. ഇവളിപ്പോൾ എന്തിന് പർദ്ദ ഇട്ടത് എന്ന് ഉപേക്ഷിച്ചു. സമയം 4:30യോടെയാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയത്. പ്രതിയെ കൊണ്ടുവരുമ്പോൾ തന്നെ കോടതിക്ക് മുൻപിൽ പോലീസ് സന്നാഹമായിരുന്നു. കോടതിയിൽ നിന്ന് മഞ്ചേരി ജയിലിലേക്ക് കൊണ്ടുപോകാൻ പുറത്തിറങ്ങിയപ്പോൾ ജീപ്പിനു ചുറ്റും ഷിംജിതയ്ക്ക് പോലീസ് സംരക്ഷണമൊരുക്കി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ അവളെ പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ട് അവളെ ഇത്രയും ദിവസം 7 ദിവസം ആയപ്പോഴങ്ങണ്ടാണ് എവളെ പോയി പൊക്കിയെടുത്തോണ്ട് വരണത്. എവിടെ നിന്നാ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. എവളെ ഇനി പോലീസ് സംരക്ഷണം കൊടുത്തിട്ട് എന്തോന്ന് ചെയ്ത് എവള് ഫുള്ള് നാറിയില്ലേ? എവള് ഒരു മനുഷ്യനെ കൊന്നിട്ട് എവള് വന്നിരിക്കണം. അവള് പോലീസ് സംരക്ഷണം അവക്ക് എത്തിക്കാത്തതിൽ BJP പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ പെണ്ണുമ്പുള്ള വൈറലാവാൻ വേണ്ടി ബസ്സിനകത്ത് കയറിയിട്ട് ഈ സ്ത്രീ വീഡിയോ പകർത്തി ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ കൊന്നു. എന്നിട്ട് ഇവള് വൈറലാവാൻ കയറിയിട്ടാ? അതല്ലേ കോമഡി. ഇവള് വൈറലും ആയി, എയറിലും ആയി, ഒളിവിലും ആയി, അറസ്റ്റിലും ആയി. ഇപ്പം എന്തോന്ന് ചെയ്ത് ഇവള് ജയിലിലും ആയി. നാണം കെട്ടവള് വൈറലാവാൻ ഇവള് കയറിയത്. ഈ നാറിച്ചീര ന്യായീകരണം കേൾക്കണ്ടേ? ഈ നാറിച്ചി അവള് ഓരോ വീഡിയോകൾ അവളെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണതാണ്. ചെറ്റച്ചി അവളെ ആ വീഡിയോ ന്യായീകരിക്കണേണ് കേട്ടാ. ന്യായീകരണം നമുക്കൊന്ന് കാണാം. നാറിച്ചി ഇതിൻ്റെ ന്യായീകരണം പറയടി. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കും എന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സ് കിടന്ന് കുലുങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാം. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നാക്കാൻ ഇറങ്ങിയോളൂ. നന്നാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത് അവളെ ന്യായീകരിക്കാൻ വന്നിരിക്കണം. മനുഷ്യന് സങ്കടങ്ങളും വിഷമങ്ങളും വന്നാ കൊണ്ണീരിൻ്റെ വില മനസ്സിലാക്കാൻ. എടി പോയി, എടി നാറി, എടി നീ ഇനി എന്തോന്ന് ചെയ്യോടി? നീ ആ പാവപ്പെട്ട അച്ഛനും അമ്മയും എടി നീ ഒരു കാര്യം ചെയ്യും. നിൻ്റെ സ്വത്ത് വകകൾ മൊത്തം ആ അച്ഛനും അമ്മയ്ക്കും എഴുതി പോയി. എന്തരാണെന്ന് വെച്ചാൽ ചെയ്. നിൻ്റെ വീട്ടിലൊന്നും ഉള്ള ആരെയും കണ്ടില്ലല്ലോ, നീ കൊലയ്ക്ക് കൊടുത്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ആ പാവപ്പെട്ട ആ അച്ഛനും അമ്മയും പോയി ഒന്ന് ആ വീട്ടിലോട്ടൊന്ന് പോലും ഒന്ന് പോവാനുള്ള മനസ്സ് കാണിച്ചാടി നിൻ്റെ ആൾക്കാരാരെങ്കിലും? ന്യായീകരിക്കാൻ വന്നിരുന്നു. നീ ന്യായീകരിക്കണം. നീ എന്തിന് ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയോളാ? ഇന്നും ജീവിച്ചിരിക്കാനുള്ള ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്ന നീ നോക്കിക്കോ. ഈ ഭൂമി, ഈ ലോകത്തുള്ള ജനങ്ങൾ ഒന്നാകെ നിന്നെ ശപിച്ചടി. നീ ഇറങ്ങി വന്നാൽ തന്നെ നിനക്ക് ആ
വൃദ്ധരായ ആ മാതാപിതാക്കളുടെ ശാപം നിന്നെ ഇല്ലാതാക്കൂടി. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ നരകിച്ച് നീ പണ്ടാരടങ്ങി നിൻ്റെ ജീവിതം നീ അവസാനിക്കേണ്ടി വരൂടി. ആ മനുഷ്യന് ജീവിച്ച് കൊതി തീർന്നില്ല. 40 വയസ്സങ്ങണ്ടേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ ആത്മാവ് കിടന്ന് നിന്നെ കറങ്ങി നിന്നെ ഇല്ലാതാക്കൂടി. ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ നരകിച്ച് നീ അനുഭവിച്ച് തന്നെ മരിക്കും. നീ എത്ര നാൾ നീ ഇങ്ങനെ പർദ്ദയ്ക്കകത്ത് നീ കയറിയിരിക്കുമെന്ന് അറിയണമല്ലോ. നിന്നെ സംരക്ഷിക്കാൻ കുറേ എണ്ണം. നീ എന്തോന്ന് സൈക്കോളജി അടി, നീ സൈക്കോളജിസ്റ്റാ. പിന്നെ നീ എന്തോന്ന് പറയണം, മുസ്ലിം ലീഗ് പ്രവർത്തക. ഏത് പ്രവർത്തകയായാലും എന്തടി, അങ്ങനെ നീ ജനങ്ങളെ പറ്റിച്ച് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. എടി നാറിയ ജന്മമേ നിന്നെ ശപിച്ചടി. ആ മാതാപിതാക്കളെ വേദന ഇനി എങ്ങനെയടി? ആ ഒരു മകനായിരുന്നടിയുള്ള, ഒരു കുട്ടിയായിരുന്നടിയുള്ളത്. അതിനെ നശിപ്പിച്ച നീ ഈ ഭൂമിക്ക് തന്നെ നീ ഭാരമാണടി. നീ വീശിയടിച്ച് നീ നടന്നു. നീ വീശിയടിച്ച് നടന്നിട്ട് നീ ഇറങ്ങി വാ. നീ ജാമ്യത്തിൽ ഇറങ്ങൂലേ? നീ ഇറങ്ങാനുള്ള പ്ലാനാണ്. നീ ഇറങ്ങുമെന്ന് അറിയാം. നിന്നെ ഇറക്കാനും ആളുണ്ട്.